നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലോയെക്കുറിച്ചാണ്. ഈ പേര് കേട്ട് ആരും പേടിക്കണ്ട. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഗവൺമെന്റിനെ തന്നെ ഭരിക്കുന്ന നിയമങ്ങൾ, അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അതായത് ഒരു സർക്കാർ അതിന്റെ അധികാരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ പരിധികൾ എവിടെയാണ് എന്നൊക്കെ കൃത്യമായി പറയുന്നൊരു ചട്ടക്കൂട്. അപ്പോ നമ്മളെല്ലാവരും ചോദിക്കേണ്ടൊരു ചോദ്യമുണ്ട്. ഒരുപാട് അധികാരങ്ങളുള്ള ഗവൺമെന്റുകൾ നമുക്ക് ചുറ്റുമുണ്ട്, അല്ലേ? പക്ഷേ ഈ ഭരണാധികാരികളെ ആര് ഭരിക്കും? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഭരണകൂടത്തിന്റെ ഈ വലിയ അധികാരത്തെ നമ്മൾ എങ്ങനെയാണ് നിയന്ത്രിക്കുക? ഒരു ജനാധിപത്യ രാജ്യത്ത് സാധാരണ പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഈയൊരു നിയന്ത്രണം അത്യാവശ്യമാണ്. ശരി, അപ്പൊ നമുക്ക് ഈ വിഷയത്തിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങാൻ പോകുകയാണ്. നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം ഇതിലെ പ്രധാന പ്രശ്നം എന്താണെന്ന് നോക്കാം. പിന്നെ ഇതിനൊരു പുതിയ ഫോക്കസ് എങ്ങനെ വന്നു, കാലം കഴിഞ്ഞപ്പോൾ ഇതിന്റെ നിർവചനം എങ്ങനെ വലുതായി എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. അതിനുശേഷം ഈ നിയമത്തിന്റെ 4 പ്രധാന തൂണുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കും. അവസാനം ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് എന്തിനാണ് ഇതിന്റെ പ്രാധാന്യം എന്താണെന്നും നോക്കാം. തുടക്കത്തിലൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ നിർവചനങ്ങൾ വളരെ ബേസിക് ആയിരുന്നു. അവ പ്രധാനമായും ഗവൺമെന്റിന് എന്ത് അധികാരങ്ങളുണ്ട്, അതിന്റെ ഘടന എങ്ങനെയാണ് എന്നൊക്കെ വെറുതെ വിവരിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ഒരു അധികാരത്തെക്കുറിച്ച് വിവരിച്ചതുകൊണ്ട് മാത്രം അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? ഈ സ്ലൈഡിൽ നോക്കൂ. ഇവിടെയാണ് ഒരു വലിയ മാറ്റം വരുന്നത്. ഇടതുവശത്ത് കാണുന്നത് സർ ഐവർ ജെന്നിങ്സിന്റെ പഴയ കാഴ്ചപ്പാടാണ്. അത് ഗവൺമെന്റ് ഓഫീസുകളുടെ ഘടന, അധികാരങ്ങൾ, ചുമതലകൾ എന്നിവയിൽ മാത്രം ഒതുങ്ങി. പക്ഷേ വലതുവശത്തുള്ള ഗ്രിഫിത്തും സ്ട്രീറ്റും പറഞ്ഞു, ഒരു മിനിറ്റ്, ഇത് പോരാ. ഇത് ഭരണഘടനാ നിയമത്തിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് നിയമത്തെ വേർതിരിക്കുന്നില്ല. ഇതിന്റെ യഥാർത്ഥ ഫോക്കസ് കൺട്രോൾ എന്നതിലായിരിക്കണം. അധികാരം വിവരിക്കുന്നതിലല്ല, നിയന്ത്രിക്കുന്നതിലാണ് കാര്യം. അതായിരുന്നു ആ ടേണിംഗ് പോയിന്റ്. അങ്ങനെയാണ് ഗ്രിഫിത്തും സ്ട്രീറ്റും കളത്തിലേക്ക് വരുന്നത്. വെറുതെ നിർവചിക്കുന്നതിന് പകരം അവർ ചോദിച്ചത് 3 ചോദ്യങ്ങളാണ്, പക്ഷെ ഭയങ്കര പവർഫുള്ളായ ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങളിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ ആത്മാവിരിക്കുന്നത്. 1. ഭരണകൂടം ഏതൊക്കെ തരം അധികാരങ്ങളാണ് ഉപയോഗിക്കുന്നത്? 2. ആ അധികാരങ്ങൾക്ക് എന്തെങ്കിലും പരിധികളുണ്ടോ? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, 3ാമത്തേത്, ആ പരിധികൾ ലംഘിച്ചാൽ ഭരണകൂടത്തെ എങ്ങനെ ആ പരിധിക്കുള്ളിൽ നിർത്തും? ഈ ചോദ്യങ്ങൾ വന്നതോടെ കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നു. ഗ്രിഫിത്തിന്റെയും സ്ട്രീറ്റിന്റെയും ഈ നിയന്ത്രണം എന്ന ഐഡിയ ഒരു വൻ മുന്നേറ്റം തന്നെയായിരുന്നു. എങ്കിലും പിന്നീട് ഇന്ത്യയിലെ നിയമചിന്തകൾക്ക് തോന്നി, ഇതിലെന്തോ ചിലതൊക്കെ മിസ്സിംഗ് ആണല്ലോന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ നിർവചനം കൂടുതലും ഫോക്കസ് ചെയ്തത് ഗവൺമെന്റിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിലായിരുന്നു. പക്ഷേ ഒരു സാധാരണക്കാരന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാലോ? സർക്കാർ നടപടി മൂലം ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് 2 കാര്യങ്ങൾ കൂടി അറിയണമായിരുന്നു. 1. സർക്കാർ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? 2. തനിക്ക് എന്ത് നിയമപരിഹാരമാണ് ലഭിക്കുക? ഈ 2 കാര്യങ്ങൾ കൂടി ചേർന്നാലേ ചിത്രം പൂർണ്ണമാകൂ. ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ടുവെച്ച ഈ 2 ചോദ്യങ്ങൾ ഗെയിം ചേഞ്ചറുകളായിരുന്നു. ഒന്നാമതായി, ഭരണാധികാരികൾ എന്ത് പ്രൊസീജിയറുകളാണ് പാലിക്കേണ്ടത്? രണ്ടാമതായി, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ അയാൾക്ക് കിട്ടുന്ന റെമഡീസ് അഥവാ പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? ഇതോടുകൂടി ഫോക്കസ് ഗവൺമെന്റിൽ നിന്ന് മാറി ഒരു പൗരനിലേക്ക് കൂടി വരാൻ തുടങ്ങി. അപ്പോ ഈ പല ചിന്തകളെയും ഒരുമിച്ചു ചേർത്തുകൊണ്ട് ഏറ്റവും കംപ്ലീറ്റായ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നത് പ്രൊഫസർമാരായ MP ജെയിനും SN ജെയിനുമാണ്. ഇന്ത്യയിൽ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നത് പ്രധാനമായും ഇവരുടെ മോഡലാണ്. അവരുടെ ഈ മോഡലിനെ നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ 4 തൂണുകളായിട്ട് കാണാം. 1. സ്ട്രക്ചർ, അതായത് ഗവൺമെന്റ് ബോഡികളുടെ ഘടന. 2. പവേഴ്സ്, അതായത് അവയുടെ അധികാരങ്ങൾ. 3. പ്രൊസീജിയർ, അതായത് അവർ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ. 4ാമത്തേത്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനം, കൺട്രോൾ ആൻഡ് റെമഡീസ്, അതായത് ഈ അധികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കുന്നു, സാധാരണക്കാർക്ക് എന്ത് നിയമപരിഹാരം കിട്ടും എന്നത്. ഇതാണ് ജെയിൻ ആൻഡ് ജെയിനിന്റെ ആ പ്രശസ്തമായ നിർവചനം. ഇത് ഘടന, അധികാരങ്ങൾ, അതിന്റെ പരിധികൾ, നടപടിക്രമങ്ങൾ, നിയന്ത്രണങ്ങൾ, പിന്നെ പൗരന്മാർക്കുള്ള പരിഹാരങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലോ പഠിക്കുന്ന ഏതൊരാൾക്കും ഇതൊരു ബൈബിൾ പോലെയാണ് എന്ന് പറയുന്നത്. ശരി, ഇപ്പൊ നമ്മൾ ഒരുപാട് തിയറിയൊക്കെ സംസാരിച്ചു, ഒരു നിർവചനം എങ്ങനെ ഉണ്ടായി എന്നൊക്കെ കണ്ടു. പക്ഷെ ഇതൊക്കെ എന്തിനാണ്? നമുക്ക് സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ ലക്ഷ്യം സർക്കാരിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തലല്ല, ഒരിക്കലുമല്ല.
മറിച്ച് സ്റ്റേറ്റിന്റെ പവറും ഒരു സാധാരണ പൗരന്റെ അവകാശങ്ങളും തമ്മിൽ ഒരു ബാലൻസ് കൊണ്ടുവരലാണ്. ഒരു ബാലൻസ് ഒരു പവർ. കാരണം ഇന്നത്തെ കാലത്ത് സർക്കാർ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇടപെടുന്നുണ്ട്. ആ ഇടപെടൽ ആവശ്യവുമാണ്. പക്ഷെ ആ അധികാരം ഒരു വ്യക്തിയുടെ അവകാശങ്ങളെ ഇല്ലാതാക്കരുത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കണ്ടതെന്താണ്? ഒരു സിമ്പിൾ വിവരണത്തിൽ നിന്ന് തുടങ്ങി അധികാരത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന ഗ്രിഫിത്ത് ആൻഡ് സ്ട്രീറ്റിന്റെ ആശയത്തിലേക്ക് നമ്മൾ വന്നു. ഒടുവിൽ സ്ട്രക്ചർ, പവേഴ്സ്, പ്രൊസീജിയേഴ്സ്, റെമഡീസ് എന്നീ 4 തൂണുകളുള്ള ജെയിൻ ആൻഡ് ജെയിനിന്റെ കംപ്ലീറ്റ് ഫ്രെയിംവർക്കിൽ നമ്മൾ എത്തി നിൽക്കുന്നു. ഇതാണ് ഇന്നത്തെ മോഡേൺ അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ അടിത്തറ. അപ്പോ നിയമത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കിടുവായിട്ടുള്ളൊരു ഫ്രെയിംവർക്ക് ഉണ്ട്. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്: ഈ പറയുന്ന ബാലൻസ് ഓഫ് പവർ യഥാർത്ഥ ജീവിതത്തിൽ പ്രായോഗികമായി എപ്പോഴും നടക്കുന്നുണ്ടോ? ഭരണകൂടത്തിന്റെ അധികാരവും ഒരു സാധാരണ പൗരന്റെ അവകാശങ്ങളും തമ്മിലുള്ള ഈ തുലാസ് എപ്പോഴും നേരെയാണോ നിൽക്കുന്നത്? അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്.